എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ തോൽവികൾക്ക് ശേഷം ഏകദിന പരമ്പരയിൽ കണക്കുതീർക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മടങ്ങിയെത്തുന്ന ഈ പരമ്പരയിൽ ഇന്ത്യയുടെ മികച്ച 11 എങ്ങനെയായിരിക്കും? അതേസമയം T20 ടീമിലെ ക്യാപ്റ്റൻസി മാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയാവുകയാണല്ലോ. ശ്രേയസ് അയ്യർക്ക് പകരം പുതിയ ക്യാപ്റ്റൻ വരുമോ? അതോ ശുഭ്മൻ ഗില്ലോ, സഞ്ജു സാംസണോ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ഈ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. UK പര്യടനത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഇന്ത്യക്ക് ഈ ഏകദിന പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ്. 5 T20 മത്സരങ്ങളിലും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതിരുന്ന ഇന്ത്യ ആ ഒരു വലിയ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ T20 മത്സരങ്ങളിലെ പ്രകടനത്തെക്കുറിച്ച് ആരാധകർക്ക് വലിയ നിരാശയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഏകദിന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറിമറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എഡ്ജ്ബാസ്റ്റണിലെ മൈതാനത്ത് വെച്ചാണ് ആദ്യ പോരാട്ടം നടക്കുന്നത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷ വാർത്ത രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും തിരിച്ചുവരവാണ്. T20 മത്സരങ്ങളിൽ ഇരുവരുടെയും അഭാവം ടീമിനെ എത്രമാത്രം ബാധിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ നയിക്കുന്ന ടീമിലേക്ക് ഈ 2 സൂപ്പർ താരങ്ങൾ കൂടി എത്തുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് വലിയൊരു ആത്മവിശ്വാസം ലഭിക്കും. രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര വളരെ നിർണായകമാണ്. ഫോമിന്റെയും ഫിറ്റ്നസിന്റെയും പേരിൽ BCCIയിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയർന്നിട്ടുള്ളതുകൊണ്ട് തന്നെ തന്റെ വിമർശകരുടെ വായടപ്പിക്കാൻ ഈ പരമ്പരയിലെ പ്രകടനം അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. അതേപോലെ വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവിനായി വലിയൊരു ആരാധക വൃന്ദം തന്നെ കാത്തിരിക്കുകയാണ്. IPLന് ശേഷം അദ്ദേഹം വീണ്ടും ബാറ്റെന്തുമ്പോൾ പഴയ ഫോമിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതും നമ്മൾ കാത്തിരുന്നു കാണേണ്ടതുണ്ട്. ഇനി ടീമിന്റെ ഘടനയിലേക്ക് വന്നാൽ T20 പരമ്പരയിലെ ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശ്രദ്ധയോടെയുള്ള മാറ്റങ്ങളാണ് ടീം മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. പരിക്കിനെ തുടർന്ന് ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം ടീമിന് വലിയൊരു വെല്ലുവിളിയാണ്. അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയും പരിക്ക് കാരണം ടീമിലില്ല. അതുകൊണ്ട് തന്നെ ഒരു സീം ബൌളിംഗ് ഓൾറൗണ്ടറെ കണ്ടെത്തുക എന്നത് ക്യാപ്റ്റൻ ഗില്ലിന് മുന്നിലുള്ള വലിയൊരു കടമ്പയാണ്. ഇതിനായി യുവതാരമായ സൂര്യാൻ ഷെഡ്ഗേക്ക് നറുക്ക് വീഴാനാണ് സാധ്യത കൂടുതൽ. അദ്ദേഹം ഈ അവസരം എങ്ങനെയെല്ലാം ഉപയോഗിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. ബാറ്റിംഗ് നിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ ശുഭ്മൻ ഗില്ലും രോഹിത് ശർമ്മയും തന്നെയാകും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. 3-ാം നമ്പറിൽ വിരാട് കോഹ്ലി എത്തും. 4-ാമനായി ശ്രേയസ് അയ്യർ തന്നെ തുടരും. ശ്രേയസ് അയ്യർക്ക് T20 ക്യാപ്റ്റൻസിയുടെ അമിതഭാരമില്ലാതെ ബാറ്റിംഗിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിയുമെന്നത് ടീമിന് വലിയൊരു ആശ്വാസമാണ്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് രാഹുൽ എത്തുമ്പോൾ ഇഷാൻ കിഷൻ ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നത് കടുത്ത തീരുമാനമാണെങ്കിലും ടീം ബാലൻസിന് അത് ആവശ്യമായി വരുന്നു. ബൌളിംഗ് നിരയുടെ കാര്യമെടുത്താൽ ജസ്പ്രീത് ബുംറ തന്നെയാകും പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകുക. അദ്ദേഹത്തോടൊപ്പം അർഷ്ദീപ് സിംഗും പ്രിൻസ് യാദവും ചേരുമ്പോൾ പേസ് ബൌളിംഗ് നല്ല ശക്തമായി തന്നെ കാണപ്പെടും. സ്പിൻ വിഭാഗത്തിൽ അക്ഷർ പട്ടേലിനും കുൽദീപ് യാദവിനും സ്ഥാനം ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. അക്ഷർ പട്ടേലിന്റെ ബാറ്റിംഗ് കൂടി ടീമിന് ഗുണകരമാകും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ 11 വെച്ച് ഇംഗ്ലണ്ടിനെതിരെ വിജയിക്കാൻ നമുക്ക് സാധിക്കുമോ? അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കാണ് നമ്മളിപ്പോൾ തുടക്കം കുറിക്കുന്നത്. T20 മത്സരങ്ങളിൽ സംഭവിച്ച തെറ്റുകൾ ഏകദിനത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ടീം ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് അവരെ പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ മുഴുവൻ ഈ താരനിരയിലാണ്. എന്നാൽ ഏകദിന പരമ്പരയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും T20 ടീമിലെ ക്യാപ്റ്റൻസിയെ ചൊല്ലി വലിയൊരു ചർച്ച തന്നെ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റൻസിയെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വങ്ങൾ നമ്മുടെ ക്രിക്കറ്റ് ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. UK പര്യടനത്തിലെ T20 പരമ്പരകളിൽ ടീം ഇന്ത്യ നേരിട്ട തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം നിലവിലെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ സ്ഥാനം വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ശ്രേയസിന് എവിടെയാണ് പിഴച്ചത് എന്നത് ഗൗരവകരമായ ഒരു വിശകലനം ആവശ്യപ്പെടുന്നുണ്ട്. ടീം സെലക്ഷൻ മുതൽ മൈതാനത്തെടുക്കുന്ന തീരുമാനങ്ങൾ വരെ ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. T20 എന്നത് വേഗതയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഫോർമാറ്റാണ്. അവിടെ ക്യാപ്റ്റന്റെ കൂർമ്മബുദ്ധിയും കൃത്യമായ പ്ലാനിങ്ങും വളരെ പ്രധാനമാണ്. എന്നാൽ കഴിഞ്ഞ പരമ്പരകളിൽ നമ്മൾ കണ്ടത് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യൻ ടീമിനെയാണ്. ബൌളർമാരെ മാറ്റി പരീക്ഷിക്കുന്നതിലും ഫീൽഡ് സെറ്റിംഗിലും ശ്രേയസിന് പലയിടത്തും പിഴവുകൾ സംഭവിച്ചു. ആരാധകർക്ക് ഏറ്റവും വലിയ നിരാശ നൽകിയത് നമ്മുടെ മികച്ച ഫോമിലുള്ള താരങ്ങളെ ബെഞ്ചിലിരുത്തി നടത്തിയ പരീക്ഷണങ്ങളാണ്. ഇത്തരം അമിതമായ പരീക്ഷണങ്ങൾ ടീമിന്റെ ബാലൻസിനെ തകർത്തു. അതുകൊണ്ട് തന്നെ ടീമിലൊരു മാറ്റം അനിവാര്യമാണെന്ന് BCCIയും ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ ക്യാപ്റ്റൻ ആര് എന്ന ചർച്ച സജീവമാകുന്നത്. ടീമിന്റെ നേതൃസ്ഥാനത്തേക്ക് ഏറ്റവും ആദ്യം ഉയർന്നു കേൾക്കുന്ന പേര് ശുഭ്മൻ ഗില്ലിന്റേതാണ്. ഏകദിന ടീമിന്റെ ക്യാപ്റ്റൻസി ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഗില്ലിനെ T20യിലും പരീക്ഷിക്കുന്നത് ഒരു സുരക്ഷിതമായ തീരുമാനമായിരിക്കുമെന്ന് മാനേജ്മെന്റ് കരുതുന്നു. ബാറ്റിംഗിലെ സ്ഥിരതയും യുവതാരങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവും ഗില്ലിനെ മുന്നിൽ നിർത്തുന്നു. എന്നാൽ T20 ഫോർമാറ്റിൽ ഗില്ലിന്റെ അനുഭവസമ്പത്ത് എത്രത്തോളം ടീമിന് ഗുണം ചെയ്യുമെന്നതിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം മലയാളി ആരാധകർ വലിയ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു പേരുണ്ട്: സഞ്ജു സാംസൺ. IPL വേദിയിൽ സഞ്ജു തെളിയിച്ച ക്യാപ്റ്റൻസി പാടവം ആരും മറന്നുപോകുന്നില്ല. സമ്മർദ്ദഘട്ടങ്ങളിൽ തണുപ്പൻ സ്വഭാവത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും ബൌളർമാർക്ക് ആത്മവിശ്വാസം നൽകാനും സഞ്ജുവിനുള്ള മിടുക്ക് അപാരമാണ്. IPLൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുമ്പോൾ പലതവണ സഞ്ജു അത് തെളിയിച്ചിട്ടുണ്ട്. T20 ക്രിക്കറ്റിൽ ശൈലി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും സഞ്ജുവിന് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. സഞ്ജുവിനെ ക്യാപ്റ്റനാക്കിയാൽ ടീമിൽ ഒരു പുതിയ ഊർജ്ജം ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. സഞ്ജുവും ഗില്ലും മാത്രമല്ല,
ടീമിലെ മറ്റ് ചില സീനിയർ താരങ്ങളെയും ക്യാപ്റ്റൻസി റോളിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്യാപ്റ്റൻസി എന്നത് വെറുമൊരു ബാധ്യതയല്ല, മറിച്ച് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ഒരു കലയാണ്. ഏതു താരം ക്യാപ്റ്റനായാലും ടീമിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാര്യങ്ങളെ സമീപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. BCCIയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. വെറുതെ ടീമിനെ നയിക്കുകയല്ല, മറിച്ച് ഒരു ലോകകപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മികച്ചൊരു കോർ ടീമിനെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരാളാണ് നമുക്ക് ആവശ്യം. ഇന്ത്യൻ ടീമിന്റെ നിലവിലെ ക്യാപ്റ്റൻസി വിവാദങ്ങൾ ഒരർത്ഥത്തിൽ ടീമിന് വലിയൊരു പാഠമാണ്. വിജയങ്ങൾക്കപ്പുറം ടീം മാനേജ്മെന്റ് എന്തുതരം ക്രിക്കറ്റാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആരാധകരുടെ വലിയൊരു വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇനിയൊരു തീരുമാനത്തിലേക്കെത്താൻ. സഞ്ജു സാംസൺ ആയാലും ശുഭ്മൻ ഗിൽ ആയാലും അവരുടെ തോളിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. T20 ടീമിനെ വീണ്ടും കരുത്തുറ്റതാക്കാൻ ആർക്ക് സാധിക്കുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ക്രിക്കറ്റ് പ്രേമികളെ, ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ വിജയത്തോടെ തുടങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ നമ്മുടെ ടീം കോമ്പിനേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഒപ്പം ഇന്ത്യൻ T20 ടീമിന്റെ ഭാവി നായകനായി നിങ്ങൾ ആരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ശുഭ്മൻ ഗില്ലിന്റെ അനുഭവസമ്പത്താണോ അതോ സഞ്ജു സാംസണിന്റെ തന്ത്രങ്ങളാണോ ടീമിന് കൂടുതൽ ഗുണകരമാവുക? ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.